بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله. الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأوزغت عن بصائرنا غشوة الغوايا ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني فسبحان الله وما أنا من المشركين. കേരള നദവത്തുൽ മുജാഹിദിന്റെ കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബഹുമാനനായ പി അബ്ദുൽ ലത്തീഫ് സാഹിബ്, എൻ്റെ പ്രിയ സുഹൃത്ത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് ഷംസീർ സലാഹി, MSN സംസ്ഥാന ഭാരവാഹി സാബർ നവാസ്, ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുറഹ്മാൻ അൻസാരി, മറ്റു നേതാക്കളെ, സാരഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായ രീതിയിൽ തന്നെ പ്രമേയത്തെ ആസ്പദമാക്കി പ്രമേയത്തിന്റെ വിവിധ തലങ്ങളെ വിശകലനം നടത്തി പ്രൗഢമായ 2 പ്രഭാഷണങ്ങൾ എന്റെ സംസാരത്തിന്റെ തുടർച്ചയായി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ സംഭാഷണത്തിന്റെ സന്ദർഭമല്ല ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ച് എന്റെ സംസാരം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സിനെയും സാഹചര്യത്തെയും കേൾക്കാനും അറിയാനുമുള്ള നമ്മുടെ ഉള്ളിലെ ഏറ്റവും അതിശക്തമായ ബോധത്തെയും നമുക്ക് എന്നെന്നും റബ്ബ് നിലനിർത്തി തരുമാറാകട്ടെ. കർഷകനായ ഒരു പിതാവ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോ ബസ്സിൽ ബസ്സിലൊക്കെ സാധാരണ കച്ചവട കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരാള്, അയാളടുത്ത് പേനുണ്ട്, അയാളടുത്ത് നോട്ട്ബുക്ക് ഉണ്ട്, അയാളടുത്ത് ജനറൽ നോളേജിന്റെ ബുക്സ് ഉണ്ട്, കൂട്ടത്തിൽ നല്ല മനോഹരമായ ഒരു മാപ്പ്, ഭൂപടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഭൂപടം കണ്ടപ്പോൾ ആ ഭൂപടത്തെ കുറിച്ചുള്ള ഈ കച്ചവടക്കാരന്റെ വിശദീകരണങ്ങൾ കേട്ടപ്പോൾ അത് തന്റെ മകന് ഏറ്റവും പറ്റിയതാണെന്ന് അയാൾക്ക് തോന്നി. ലോകത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, നാടിനെ കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, ഓരോ നാട്ടിലെയും മനുഷ്യരെ കുറിച്ചൊക്കെ അതിൽ വലിയ വിശദാംശങ്ങൾ ഉണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. ഉടനെ അയാളത് വാങ്ങി ഭംഗിയായി മടക്കി ബസ്സിലെ തിരക്കിലൊന്നും പെടാതെ അത് കൈ ഉയർത്തിപ്പിടിച്ച് മെല്ലെ അതുകൊണ്ട് പുറത്തിറങ്ങി. എന്നും മധുരമിട്ടായി കൊണ്ടു ചെല്ലുന്ന ഉപ്പയെ കാത്തിരിക്കുന്ന കുട്ടിക്ക് അന്ന് ഈ മനോഹരമായ ഭൂപടം കൊടുത്തിട്ട് ലോകത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചും പഠിക്കാൻ അവന്റെ 2 കവിളിലും ഉമ്മ കൊടുത്ത് അയാൾ ആവശ്യപ്പെട്ടു. മോനത് കിട്ടി. അതിന്റെ ആദ്യത്തെ ആവേശം തീർന്നു. അവനെ അതിങ്ങനെയുണ്ട് പീസാക്കി അടുക്കളയിൽ ഒരു കഷ്ണം, വരാന്തയിൽ വേറൊരു കഷ്ണം, ഓഫീസ് റൂമിൽ വേറൊരു കഷ്ണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വാപ്പങ്ങനെ വരുമ്പോ അടുക്കളയിൽ ഒരു പീസ് കണ്ടു, വർക്ക് ഏരിയയിൽ വേറൊരു പീസ് കണ്ടു, ബെഡ്റൂമിൽ ബാക്കി പീസും കണ്ടു. ഇങ്ങനെയാണ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ അതിന്റെ ഏറ്റവും ലാസ്റ്റ് കഷ്ണം അവിടെയും കാണുന്നുണ്ട്. ഒരു സാധാരണ പിതാവ് എന്ത് ചെയ്യോ അത് മൂപ്പരും ചെയ്തു. മോനെ പിടിച്ച് നന്നായി തല്ലി അവന് നന്നായി വേദനിച്ചവൻ ശരിക്ക് കരഞ്ഞു.
കരച്ചിലിന്റെ ഇടയിൽ അവനിങ്ങനെ ആ ഒരു പീസിൽ ഒരു കണ്ണ് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പുറത്തെ പീസിൽ ഒരു കാലും കണ്ടു. അപ്പൊ ബാക്കി എല്ലാ കടലാസ് കഷ്ണങ്ങളും അവന് എടുത്തിട്ട് അടുക്കളയിൽ പോയിട്ട് കുറച്ച് വറ്റെടുത്തിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്നെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി. അപ്പൊ ഒരു പൂർണ്ണനായ മനുഷ്യൻ അവിടെ രൂപപ്പെട്ടു. ആ പൂർണ്ണനായ മനുഷ്യൻ അവനുണ്ടാക്കിയ പുതിയ മനുഷ്യനാണ്. വാപ്പ വൈകുന്നേരം വന്നപ്പോ, രാത്രി എത്തിയപ്പോ താനുണ്ടാക്കിയ പുതിയ മനുഷ്യനെ വാപ്പാന്റെ കൈ കൊടുത്തു. വാപ്പാക്കും വലിയ ആവേശമായി, അവനും വലിയ സന്തോഷമായി. വാപ്പ ആ മനുഷ്യനുള്ള ഭാഗത്തിന്റെ അപ്പുറം തിരിച്ചു പിടിച്ചു. അപ്പൊ അവിടെ താൻ വാങ്ങിയ പൂപ്പടം വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഭൂപടത്തിന്റെ ബാക്കിലുള്ള മനുഷ്യന്റെ കണ്ണും കാലും ഒക്കെ ചേർത്ത് വെച്ചപ്പോൾ ഭൂപടം വീണ്ടും, മാപ്പ് വീണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അന്ന് ആ കർഷകനായ പിതാവ് പറഞ്ഞത്രേ, മനുഷ്യൻ നന്നായാൽ ലോകം നന്നാകുമെന്ന്. മനുഷ്യൻ നന്നായാൽ, മനുഷ്യൻ ഒന്നായാൽ ലോകം നന്നാകുമെന്നതുകൊണ്ട് മനുഷ്യനെ പരിവർത്തിപ്പിക്കാനും മനുഷ്യനെ നവോത്ഥാനത്തിന്റെ സത്യപാന്താവിലേക്ക് തിരിച്ചു വിളിക്കാനും വേണ്ടി ലോകത്ത് വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങളെ ലോകത്തെ മനുഷ്യ നന്മ ആഗ്രഹിക്കുന്നവർ വളരെ മനോഹരമായി പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മലയടിവാരങ്ങളിൽ, ഗുഹകളിൽ ഒക്കെ തപസ്സിരുന്ന് ലോകത്തെ നന്നാക്കാൻ ശ്രമിച്ചവരുടെ ജീവിത പരിത്യാഗത്തിന്റെ വഴികൾ കണ്ട് അവരെ സ്വീകരിച്ചവരും ജീവിതം പരിവർത്തിതമായവരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് പലപ്പോഴും അവരുടെ ഒരു കാലഘട്ടത്തിന്റെ വളരെ ഷോർട്ട് ടൈമിന്റെ പരിവർത്തനം മാത്രമാണ്, നവോത്ഥാനം മാത്രം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. ഇപ്പുറത്ത് ഭരണകൂടങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ് മനുഷ്യനെ തകർക്കുന്നത് എന്ന ധാരണയോടുകൂടെ ഭരണകൂടങ്ങളെയും സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും അട്ടിമറിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യർക്കിടയിൽ നവോത്ഥാനം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന മാനസികാവസ്ഥയോടുകൂടെ മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കേണ്ട പണിക്കു പകരം മനുഷ്യന്റെ നെഞ്ചകത്തേക്ക് റൈഫിൾ തിരിച്ചുവെച്ച് അതിന് വിപ്ലവം എന്ന് പേരിട്ട് വിപ്ലവങ്ങളുടെയും യുദ്ധങ്ങളുടെയും വഴികളിലൂടെ നടന്ന് നവോത്ഥാനവും പരിവർത്തനവും മാറ്റവും സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഇപ്പുറത്ത് വളരെ ശാന്തമായി മനുഷ്യന്റെ മനസ്സിനോട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും മനുഷ്യ ഹൃദയത്തോട് ആശയപരമായ കൈമാറ്റ പ്രക്രിയയിലൂടെ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടെ പണിയെടുത്തവരുണ്ട്. ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കൾ മുഴുവൻ ഈ റൂട്ട് സ്വീകരിച്ചവരാണ്. ആ അമ്പിയാക്കളുടെ രീതിശാസ്ത്രത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിർവഹിച്ച ദൗത്യം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നവോത്ഥാനം വിജയിച്ചു. അതിന് ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്. കേരളത്തിലെ 100 ആണ്ടിന്റെ കഥ പറയുകയാണ് സലഫി പ്രസ്ഥാനം. 100 വർഷങ്ങൾക്ക് മുമ്പ് നാം യാത്രയാരംഭിച്ച മയിൽക്കുറ്റിയുടെ അങ്ങേത്തലക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഭീതിതമായ രംഗങ്ങളെ, അതല്ലെങ്കിൽ നാം യാത്ര ചെയ്തെത്തിയ വഴികളിൽ നാം സൃഷ്ടിച്ച പ്രകാശ ഗോപുരങ്ങളെ, അതല്ലെങ്കിൽ നാം യാത്ര ചെയ്തെത്തിയ വഴിയിൽ നാം കാണുന്ന സുന്ദരമായ 1000 കാഴ്ചകളെ സമൂഹത്തിന്റെ മുന്നിൽ അതിശക്തമായി ഉറക്കെ പറയുമ്പോഴും അതിശക്തമായി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോഴും അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട ചിന്ത, 100 വർഷം യാത്ര ചെയ്ത് ഇന്ന് 100ാമത്തെ വർഷത്തിന്റെ മയിൽക്കുറ്റിയിൽ എത്തി നിൽക്കുന്ന നമ്മൾ ഇനിയും ഒരു 100 വർഷം യാത്ര ചെയ്ത് ആ 100 വർഷത്തിന്റെ അങ്ങേത്തലക്കല മയിൽക്കുറ്റിയിൽ നിന്ന് ലോകത്തോട് വീണ്ടും ഒരു നവോത്ഥാനത്തിന്റെ കഥ പറയാൻ സമൂഹത്തിൽ നമ്മൾ അവശേഷിക്കണമെങ്കിൽ, സമൂഹത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ, ആ നവോത്ഥാനങ്ങളെ അതിശക്തമായി സമൂഹം ഇനിയും ഏറ്റെടുക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചില തിരിച്ചറിവുകൾ ആവശ്യമാണ്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരക്ഷരനായ പ്രവാചകൻ, തന്റെ മാതാവിന്റെ മടിയിൽ തന്റെ മാതാവ് തന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് കണ്ട അനാഥൻ, തന്റെ പിതാവിനെ ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത അനാഥൻ, സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഉക്കാള ചന്തയിലും ത്വായിഫിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈത്തപ്പനക്കൊട്ട ചുമലിലേറ്റി, ഈത്തപ്പനക്കൊട്ട തലയിലേറ്റി, കാരക്ക വേണോ കാരക്ക എന്ന് ചോദിച്ച് ഒരു വഴിയോര കച്ചവടക്കാരനായി ജീവിക്കേണ്ടി വന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിലെ കേവലമായി 23 വർഷം കൊണ്ട് വിമർശകർ പേനയുന്തിയപ്പോഴും വിമർശകർ പ്രവാചകനെ എതിർത്തപ്പോഴും അവർക്ക് പോലും പറയേണ്ടി വന്നു, പട്ടാളങ്ങളില്ലാതെ, സെക്യൂരിറ്റി ഗാർഡുകളില്ലാതെ, ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റികളില്ലാതെ, പാർലമെന്റിന്റെ സപ്പോർട്ടുകളില്ലാതെ, ഓർഡിനൻസുകളില്ലാതെ പ്രവാചക തിരുമേനി എങ്ങനെ ഈ പരിവർത്തനം ഉണ്ടാക്കി? ആ പരിവർത്തനത്തിന്റെ പിന്നിലെ അടിസ്ഥാനപരമായ ചില പൾസുകളുണ്ട്. ആ പൾസുകളെ
അക്ഷരാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ മുൻപ് ഒറ്റപ്പെട്ട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കഴിഞ്ഞ പള്ളി ദർസുകളിൽ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുത്ത പണ്ഡിതന്മാരെ ഏറ്റെടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്, നമുക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാന ഘടകം അത് തന്നെയാണ് മക്കയെ മാറ്റിയ അടിസ്ഥാന ഘടകം, മക്കയെ മാറ്റിയ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അത് തന്നെയാണ് കേരളത്തിലും യഥാർത്ഥത്തിൽ വർക്കൗട്ട് ചെയ്യപ്പെട്ടത്. ഒന്ന്, നവോത്ഥാനത്തിന് പ്രവാചകൻ കൊടുത്ത നിർവചനം സ്വന്തമായ ബുദ്ധിയുടെ നിർവചനമായിരുന്നില്ല. വളരെ അടിവരയിട്ട് ആലോചിക്കേണ്ട പഠിക്കേണ്ട കാര്യമാണ്. ജോസഫ് എടമറുക് നവോത്ഥാനത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ജോസഫ് എടമറുകിനെ സംബന്ധിച്ചിടത്തോളം മതം തന്നെ അന്ധവിശ്വാസമാണ്, മതം തന്നെ യാഥാസ്ഥികത്വമാണ്, മതം തന്നെ ഓർത്തഡോക്സ് മെന്റാലിറ്റിയാണ്. അല്ലേ? ആരെ? ജോസഫ് എടമറുകി എന്ന നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ സന്യാസി, അദ്ദേഹം നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ദീപാരാധന അദ്ദേഹത്തിന് വിശ്വാസമാണ്. എന്നാലോ ഒരു മുസ്ലിം ഏത് സംഘടനക്കാരനായിക്കോട്ടെ അയാൾ ദീപാരാധനയെ കുറിച്ച് പറയുമ്പോൾ അയാൾക്കത് അന്ധവിശ്വാസമാണ്. ചേകന്നൂര് അദ്ദേഹം മക്കത്ത് പോയി തിരിച്ചു വന്നപ്പോൾ മക്കത്ത് കഅബാലയത്തെ ചുറ്റുന്നത് അദ്ദേഹത്തിന് അന്ധവിശ്വാസമായി തോന്നി. സഫയുടെയും മർവയുടെയും ഇടയിലുള്ള ഓട്ടം അദ്ദേഹത്തിന് അന്ധവിശ്വാസമായി തോന്നി. ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്താണെന്നറിയോ? നവോത്ഥാനം എന്ന ടെർമിനോളജിയെ, റിനൈസൻസ് എന്ന ടെർമിനോളജിയെ, തജ്ദീദ് എന്ന വാക്കിനെ ആര് നിർവചിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായിട്ടൊരു നിർവചനം കൊടുത്തില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിശക്തമായ വഹീന്റെ ആധാരങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകൻ സ്വന്തമായ ഇച്ഛപ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകൻ മദീനയിലെ മിമ്പറിൽ നിന്ന്, മദീനയിലെ ഓലമേഞ്ഞ തന്റെ ഭാര്യയുടെ കിടപ്പറയിൽ നിന്ന്, അറഫ മൈതാനിയിലെ 10,000ങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ യുദ്ധസംഘങ്ങളോട് ഒക്കെ മതമായി പറഞ്ഞതൊക്കെ ജിബ്രീൽ കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ഖുർആനും കൊണ്ടുവന്ന്, ഖുർആനും കൊണ്ട് ജിബ്രീൽ എങ്ങനെ വന്നു അതേപോലെ പ്രവാചകന്റെ അടുക്കൽ സുന്നത്തും കൊണ്ടുവന്നിരുന്നു. ആ ഖുർആനും സുന്നത്തുമാകുന്ന വഹീനെയാണ് സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിന്റെ ആയുധത്തെ ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിക്കുക. അതാണ് കേരളത്തിലെ പരിവർത്തനത്തിന്റെ അടിസ്ഥാനം. നവോത്ഥാനത്തിന്റെ ആയുധം എന്താ? കത്തിയല്ല, തോക്കല്ല, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ തലത്തിൽ ആലോചിച്ചുണ്ടാക്കുന്ന പ്ലാനിങ്ങുകളല്ല. എനിക്ക് വിശ്വാസാന്ന് തോന്നുന്ന കാര്യം ഞാൻ വിശ്വാസമായും, എന്റെ സുഹൃത്ത് സാബിർ നവാസിന് അന്ധവിശ്വാസം തോന്നുന്ന കാര്യം അദ്ദേഹം അന്ധവിശ്വാസമായും പറയലല്ല, മറിച്ച് ലോകത്താകമാനം നവോത്ഥാനത്തിന്റെ ക്രക്സായി വർക്കൗട്ട് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ പ്രവർത്തിക്കപ്പെട്ടത്, എല്ലാവരെയും ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചത് വിശ്വാസത്തെയും അവിശ്വാസത്തെയും, ശരിയെയും തെറ്റിനെയും, കുഫ്റിനെയും ഈമാനിനെയും, ശിർക്കിനെയും തൗഹീദിനെയും എന്നുവേണ്ട പരിവർത്തനത്തെയും പരിഷ്കരണത്തെയും മുൻഗാമികൾ എടുത്തത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എടുക്കുമ്പോൾ പഴക്കൂല. എന്തുകൊണ്ട് പഴക്കൂല? അത് അവതരിപ്പിച്ചത് പടച്ചവനിൽ നിന്നാണ്. ഖുർആൻ വഹിയാണ്, അതുപോലെ സുന്നത്തും വഹിയാണ്. നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പടച്ചവനെ എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അത് മാത്രമേ വഹിയുള്ളൂ, അത് മാത്രമേ വഴിയുള്ളൂ, വേറൊരു വഴിയില്ല. സഹോദര, ഹിദായത്തിന് വേണ്ടി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ എന്നെ വഴി ചേർക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോ ഞാനും തെറ്റിദ്ധരിച്ചു. എന്താറിയോ? മൊഹീദ്ദീൻ പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കുമ്പോ, പട്ടാളപ്പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കുമ്പോ, ഷാദിലി പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കുമ്പോ, മലയാളത്തിലുള്ള ഖുത്ബ ഓതുന്ന പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കുമ്പോ നമ്മൾ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. തൗഹീദ് കിട്ടിയതോടുകൂടെ എല്ലാം കിട്ടി. തൗഹീദ് കിട്ടിയതോടുകൂടെ 99% കിട്ടി. പക്ഷെ 1% ഉണ്ട്. ആ 1% വിശാലാണ്. ആ വിശാലേതാ? അല്ലാഹു റസൂൽ പറഞ്ഞു, ഈമാൻ തന്നെ 70 ചില്ലാനും ശാഖണ്ട്. വഴിയിൽ ഒരു അന്ധൻ നാഷണൽ ഹൈവേന്റെ അപ്പുറത്ത് നിൽക്കുന്നു. നമ്മൾ ഇപ്പുറത്ത് നിൽക്കുമ്പോ അയാൾ ഇങ്ങനെ നിൽക്കും, വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. നമ്മളെ മനസ്സിൽ ഒരു ഹിദായത്ത് വരും. എന്താ? അയാൾക്ക് ഇങ്ങോട്ട് കിടക്കണം. അപ്പുറത്ത് ചെന്നു, അയാളെ കൈ പിടിച്ചു, അയാൾ ഇങ്ങോട്ട് ആക്കി കൊടുത്തു, എങ്ങോട്ട് അങ്ങ് പോണ്ടേ, ബസ്സിക്കാക്കി കൊടുത്തു. അതൊരു ഹിദായത്താണ്, അതൊരു ഹിദായത്താണ് എന്ന് പറയുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ഹദീസ് കാണുമ്പോ അതിനോട് യുദ്ധം ചെയ്യാനുള്ള മനസ്ഥിതി എനിക്ക് തരല്ല റബ്ബേ,
നേരെ മറിച്ച് റസൂലുള്ളാഹിന്റെ ഹദീസ് കാണുമ്പോ ലോകത്തിന്റെ മുന്നിൽ വഹി മാത്രം സംസാരിച്ച പ്രവാചകന്റെ വരിയാണ് എനിക്ക് ബോധ്യപ്പെടാത്താണ് പ്രശ്നം, അല്ലേ? എനിക്ക് ബോധ്യപ്പെടാത്താണ് പ്രശ്നം. ഒന്നുമില്ല. ഏറ്റവും നവോത്ഥാനം പറയുമ്പോ ആർക്കും പിടിക്കാത്ത, സലഫി പ്രസ്ഥാനത്തിലെ ആളുകൾക്കല്ലാത്ത വേറെ ആർക്കും പിടിക്കാത്ത, സലഫികൾക്ക് പിടിക്കൂ, ഒരു പ്രശ്നമല്ല. ഒരു ഹദീസാണ്, ഈശയുമായി ബന്ധപ്പെട്ട ഹദീസ്. ഞാൻ എനിക്ക് ഇന്നലെയുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. ഫ്ലൈ ആൻഡ് പിന്നെ ഹദീസിന് സെർച്ച് എഞ്ചിനിൽ കയറി ടൈപ്പ് ചെയ്യുമ്പോ ഈച്ച വെള്ളത്തിൽ വീണു, വെള്ളത്തിൽ വീണ ഈച്ചയെ വീണ്ടും അതിൽ നിന്നെടുത്ത് ഒരിക്കൽ കൂടി മുക്കിയിട്ട് അത് കുടിക്കാണെങ്കിൽ കുടിക്കാവുന്ന ഫ്രൂട്ട്സ് കടയില് ലൈം ജ്യൂസ്, പിന്നെ ആപ്പിൾ ജ്യൂസ്, അടുത്തത് ഈച്ച ജ്യൂസ്, അങ്ങനെ എഴുതിയേക്കണം അല്ല പറഞ്ഞത്. ഒരാൾ അങ്ങനെ വെള്ളം കുടിക്കുകയാണെങ്കിൽ മറ്റേ ചെറുക്കും കൂടി മുക്കണം. അവിടെ നമ്മളെ നവോത്ഥാനം തല പൊക്കാണ്. ഈച്ചപ്പ എവിടെയൊക്കെ ഇരിക്കല്? ഈച്ച ഇരിക്കണ സ്ഥലങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് ഒറ്റ തട്ട്. എന്നാലോ ഈ ഹദീസ് കണ്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പഠിച്ച ഒരാള് ഈച്ചനെടുത്തു, വെള്ളത്തിലിടുന്നതിന് മുമ്പ് മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചു, ശേഷം പരിശോധിച്ചു, ഗവേഷണം നടത്തി. അപ്പോഴോ അതിൽ ഒന്നിൽ ഔഷധമുണ്ട്, മറ്റതിൽ രോഗമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു തെളിഞ്ഞു. അപ്പോൾ നവോത്ഥാനത്തിന്റെ മനസ്സുള്ള ഞാൻ പറയും, ഇപ്പോൾ ഓക്കെ, ഇതുവരെ നോട്ട് ഓക്കെ. അങ്ങനെ ഉണ്ടായിക്കൂടാ. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്നത്. അശ്ഹദു അന്ന ശാസ്ത്രം റസൂലുള്ളാഹി എന്നല്ല. ശാസ്ത്രം പറയുമ്പോ ഞാൻ ഓക്കെ, ശാസ്ത്രം പറയാത്തുമ്പോ നോട്ട് ഓക്കെ എന്നുള്ള മനസ്സ് എനിക്കുണ്ടെങ്കിൽ നവോത്ഥാനത്തിന്റെ ആയുധം വർക്ക് ചെയ്യാൻ പറ്റൂല. വർക്ക് ചെയ്യും, ഭയങ്കര ഒച്ചവിളിയൊക്കെ നമ്മൾ ഉണ്ടാക്കും, ആളുകൾ കുറെ സ്വീകരിക്കും, പക്ഷേ സിറാത്തുൽ മുസ്തഖീമിലോടത്തേക്ക് എത്തൂല. അതിനെന്ത് വേണമെന്നറിയോ? അതിനാണ് രണ്ടാമത്തെ കാര്യം. കേരളത്തിൽ സലഫി പ്രസ്ഥാനം കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം, നവോത്ഥാനത്തിന്റെ ആയുധത്തെ ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിക്കണം. നവോത്ഥാനത്തിന്റെ ആയുധം എന്ന് പറഞ്ഞാൽ ആയത്തും ഹദീസും. അത് ഓരോരുത്തരും എടുത്തിട്ട് അവനാണ് തോന്നിയതുപോലെ ഉപയോഗിക്കലല്ല. ഒരാൾക്ക് പരിഭാഷ വെച്ചിട്ട് ആ പരിഭാഷയിൽ നിന്ന് കിട്ടുന്ന ഗവേഷണം അവതരിപ്പിക്കലല്ല. അത് ഖുർആനിന് എതിരാണല്ലോ എന്നൊക്കെ നമ്മളൊന്ന് പറയുമ്പോ നമ്മളൊന്ന് പോസ് ചെയ്യണം. എന്നിട്ട് ഈ ആയത്ത് ഇപ്പൊ സ്വഹാബികൾ മുഴുവൻ കണ്ടതാണ്, മുൻഗാമികൾ മുഴുവൻ കണ്ടതാണ്. നമ്മളെക്കാൾ ഇഖ്ലാസ് ഉണ്ട്, തഖ്വയുണ്ട്, ജീവിതം തന്നെ ഇതിനു വേണ്ടി കൊടുത്താരാണോ അവര്? പ്രവാചകന്റെ മുന്നിൽ നബി നിങ്ങൾ ഇവിടെ ഇരുന്നോളി, പട്ടണ തന്നു, ഖാലിദിന്റെ അമ്പുകൾ നെഞ്ചത്തേക്ക് ഏറ്റുവാങ്ങി, കാലിൽ കല്ല് കുത്തുമ്പോ ഒരു മുള്ളു വായിൽ കുത്തുമ്പോഴുള്ള വേദന നമുക്കറിയാം. നെഞ്ചകത്ത് അസ്ത്രങ്ങൾ വന്ന് പതിക്കുമ്പോൾ, അവരുടെ കണ്ണുകൾ മറിയുമ്പോൾ, അവരുടെ ഓലമേഞ്ഞ കുടിലുകളിൽ അവർ കണ്ട കാഴ്ചണ്ട്. ആത്മാവ് ആകാശത്തേക്ക് ഉയരുമ്പോൾ എന്താ? കൈത്തണ്ടയിൽ 6 മാസത്തെ കുട്ടിനിട്ട് നിൽക്കുന്ന ഭാര്യ, പണി പൂർത്തിയാകാത്ത വീട്. എന്തായാലും നമ്മളെ സൗകര്യം ഒരുക്കില്ലല്ലോ. നമ്മളെ സൗകര്യം ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. യുദ്ധം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചുമന്ന പടയങ്കി അവിടെ ചാടി കിടക്കുന്നുണ്ട്. ഒരു സഹാബി ആലോചിച്ചു, നല്ലൊരു പുതപ്പ്, പടയങ്കിയല്ല, നല്ലൊരു പുതപ്പ്, നമ്മളെ കൂട്ടത്തിൽ നബിക്കായിരിക്കും ആ പുതപ്പ്. ഉടനെ ആയത്തിറങ്ങി, ഒരു നബിയും പറ്റിക്കൂലട്ടോ, ചതിക്കൂല, നിങ്ങളോട് പറയാതെ കൊണ്ടുപോകൂല. ഇത്തിരി പോന്ന ഒരു ചുമന്ന പുതപ്പ് കണ്ടപ്പോൾ ആ പുതപ്പിലേക്ക് നോക്കി അതിന് കൊതിയൂറുന്ന മനുഷ്യരെയാണ് നമ്മളവിടെ കാണുന്നത്. 2000 രൂപന്റെ കുപ്പായിട്ടിട്ടാണ് ഞാനും നിങ്ങളും പ്രസംഗം കേൾക്കണത്, അല്ലെ? 1800 രൂപന്റെ കുപ്പായിട്ടിട്ടാണ് നമ്മൾ പ്രസംഗം കേൾക്കണേ. 800 രൂപന്റെ ഷൂട്ടിട്ടാണ് നമ്മൾ പ്രസംഗം കേൾക്കണേ. നമ്മളെക്കാളും പാവപ്പെട്ട മനുഷ്യർ, ഈ ദീനിനു വേണ്ടി സമർപ്പിച്ചവർ, അവര് ഇതിനെങ്ങനെ കണ്ടു? അത് പരിശോധിക്കണം. അങ്ങനെയാണ് കെ മൗലവി കണ്ടിട്ടുള്ളൂ, അങ്ങനെ വഖമുൽ ഖാദിർ മൗലവി കണ്ടിട്ടുള്ളൂ. എന്തായാലും തെളിവ്? റസൂൽ ഒരു ദിവസം ആകാശത്തേക്ക് ചൂണ്ടി, അന്നജൂം അമനത്തുൽ ലിസ്സമാ, ആകാശത്തെ നക്ഷത്ര കോടികൾ ആകാശത്തിന്റെ സെക്യൂരിറ്റിയാണ്. അത് ഉതിർന്നു വീണ് തുടങ്ങുന്ന അന്നു മുതൽക്ക് ആകാശം തകരും. അന അമനത്തുൽ ലിഅസ്ഹാബി, ഞാൻ എന്റെ സ്വഹാബത്തിനുള്ള സുരക്ഷിത കവചമാണ്. ഞാൻ വഫാത്താകുന്നത് മുതൽക്ക് അവർക്കിടയിൽ പ്രതിസന്ധികൾ വരും. ഇനി അസ്ഹാബി, അടുത്തവരെ ഇരിക്കൂ നിങ്ങൾക്ക്, അസ്ഹാബി അമനത്തുൽ ലിഉമ്മത്തി, എന്റെ സ്വഹാബികൾ എന്റെ ഉമ്മത്തിനുള്ള സെക്യൂരിറ്റിയാണ്. അവരെ മാറ്റി നിർത്തി ഖുർആനിനെ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിച്ച്, ഹദീസിൽ ഇങ്ങനെയുണ്ട്, ഖുർആനിൽ ഇങ്ങനെയുണ്ട്, അത് വൈരുദ്ധ്യാണ്. എന്താ അത് വൈരുദ്ധ്യാണ്? അപ്പോഴത്തിന് പ്രഷർ കയറും, ഒച്ച കൂടും, വർത്താനം മാറും, അല്ലെ? അങ്ങനത്തോടത്തേക്ക് പോയാൽ നമ്മളായി ഉണ്ടാക്കിയ ഒരു കേരള കോൺഗ്രസ് നവോത്ഥാനം ഉണ്ടാവും, അല്ലേ? അതല്ലാതെ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലും പിന്നെ ഖുർആനൊക്കെ പഠിപ്പിച്ച നവോത്ഥാനം ഉണ്ടാകൂല. അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ ആയുധത്തെ എങ്ങനെ പ്രയോഗിക്കണോ അങ്ങനെ പ്രയോഗിക്കണം. അങ്ങനെ നബി പ്രയോഗിച്ചിട്ടുള്ളൂ. എന്താ അതിന്റെ തെളിവ്?
ഖുർആനിലെ ആയത്തുകൾക്ക് റസൂലുള്ള വ്യാഖ്യാനം കൊടുക്കല്ല ചെയ്തത്. വൻസൽനാ ഇലൈക ദിക്ർ, നബിയെ അങ്ങേക്ക് ദിക്ർ കൊണ്ടുവന്നത് ലിതുബയ്യിന ലിന്നാസ്, അങ്ങ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാ. എങ്ങനെ വിശദീകരിക്കാം? വിശദീകരണം എവിടുന്ന് കിട്ടും? ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, ഖുർആനിനെ ക്രോഡീകരിച്ചത് നാമാണ്, അതിനെ വ്യാഖ്യാനിക്കുന്നതും നാമാണ്. ആരാ വ്യാഖ്യാനിച്ചത് ഖുർആനെ? ആരാ ഖുർആനെ വ്യാഖ്യാനിച്ചത്? അല്ലാഹ്. അല്ലാഹ് എങ്ങനെയാണ് ആ വ്യാഖ്യാനം നബിക്ക് കൊടുത്തത്? അലാ ഇന്നി ഉതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതുപോലെ വേറൊന്നും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയത്? കാന ജിബ്രീൽ യൻസിലു അലൈഹി ബിസ്സുന്ന, ജിബ്രീൽ സുന്നത്തും കൊണ്ട് വരാറുണ്ടായിരുന്നു. കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ഖുർആനും കൊണ്ട് വരുന്നത് പോലെ. അപ്പൊ ജിബ്രീൽ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്. അതുകൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അത് പ്രാഥമിക ബുദ്ധിക്ക് യോജിക്കാത്തതും ലോകത്തിന്റെ മുന്നിൽ പറയാൻ പറ്റാത്തതും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ 1400 വർഷം ഈ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിട്ട് ലോകത്തെ ഓരോ മണിക്കൂറിലെയും മില്ലി സെക്കൻഡുകളിൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഭൗതികവും ആയുധ സംബന്ധവുമായ ആക്രമണങ്ങൾ ഇടതടവില്ലാതെ നടന്നിട്ടും എന്തുകൊണ്ട് ഇസ്ലാം പ്രചരിക്കുന്നു? എന്തുകൊണ്ട് ഇസ്ലാം പ്രചരിക്കുന്നു എന്ന് വെച്ചാൽ ഖുർആൻ പറഞ്ഞതിൽ ഒന്നും അന്ധവിശ്വാസമല്ല, റസൂൽ പറഞ്ഞതിൽ ഒന്നും അന്ധവിശ്വാസമല്ല. റസൂലുള്ളാഹിയുടെ ജീവിതം അന്ധവിശ്വാസമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ലോകത്ത് എത്ര ഇൻഫോർമേഷൻ സെന്ററുകൾ വർക്ക് ചെയ്യുന്നു സുഹൃത്തുക്കളെ, എത്ര ആളുകൾ സാലറി വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്തുകൊണ്ട് തൊടാൻ പറ്റണില്ല? എനിക്കും നിങ്ങൾക്കും തിരിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നവോത്ഥാനാകാതിരിക്കൂല. സലഫി പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി വന്നപ്പോൾ 3 രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. 2 സമസ്തക്കാരുടെ പ്രതിപ്രവർത്തനവും 2002 ഓഗസ്റ്റ് 12 മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില സുഹൃത്തുക്കളുടെ പ്രതിപ്രവർത്തനവും. ഈ പ്രമേയത്തിന്റെ പൂർണ്ണത വരണമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകണം. എന്തുകൊണ്ടറിയങ്ങള്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കോഴിക്കോട് ഒരു സംഘടനയുടെ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് CD വാങ്ങി. എന്താണ് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി നമ്മൾ വരുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്നാണ് നോക്കിയത്. 2 സെന്ററുകളിൽ പോയി അവരുടെ നിന്ന് CD വാങ്ങിയപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഒന്ന്, സലഫികളായ മുജാഹിദുകളായ ആളുകൾ അവരെ 100 കൊല്ലത്തെ അവരുടെ ചരിത്രം തിരുത്തി പഴയ 100 കൊല്ലത്തിലേക്ക് തന്നെ മടങ്ങുന്നു, ഞങ്ങളടുത്ത് നിങ്ങളൊക്കെ എത്തിയിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റേ വിഭാഗം 2002 ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ പുതിയ സംഘടനയുമായി പോവുകയാണ് എന്ന് പറഞ്ഞ ബഹുമാനനായ ഹുസൈൻ മടവൂരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോ നിങ്ങൾ നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലേ? ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായ പ്രതികരണം ഇതിനോട് നമുക്കുണ്ട്. എന്താണ് ഇവിടുത്തെ നവയാഥാസ്ഥികത്വം? എന്താ പുതിയ നവയാഥാസ്ഥികത്തെ ഇവിടെ കൊണ്ടുവന്നത്? സലഫി പ്രസ്ഥാനം ഓരോ രംഗത്തുണ്ടാക്കിയ വിപ്ലവങ്ങൾ നമ്മൾ എണ്ണിപ്പറയേണ്ടതില്ല. നരേന്ദ്ര സച്ചാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭയുടെ മുന്നിൽ വെച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന് ഇന്റർവ്യൂവിന്റെ പടകളുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂകളിൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊൽക്കത്തയിലെ ഡൽഹിയിലെ പഴയ ഡൽഹിയിലെയൊക്കെ തെരുവുകളിൽ വണ്ടി വലിക്കുന്ന മനുഷ്യരെ കണ്ടു. ഞാൻ കണ്ടു. ആ വണ്ടി വലിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ എന്റെ റിപ്പോർട്ട് ശേഖരണങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ ഞാൻ അവിടെ നിർത്തി, എന്റെ വണ്ടി ഞാൻ നിർത്തി. അവരോട് ഇറങ്ങി ഞാൻ പേര് ചോദിച്ചപ്പോൾ ഒക്കെ മുസ്ലിം പേരുകളാണ്. കോഴിക്കോട് ഏറ്റവും ചുരുങ്ങിയത് പാളയം ചന്തയിലെങ്കിലും മൃഗങ്ങൾക്ക് പകരം മനുഷ്യർ വലിക്കുന്ന വണ്ടി കാണാതിരുന്നത്. പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരത്തും വണ്ടി വലിക്കുന്ന മനുഷ്യരെ കാണാതിരുന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന ബഹുജന സംഘടനയും ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ എന്ന യുവജന സംഘടനയും മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി സംഘടനയും MGM എന്ന വനിതാ സംഘടനയും അവർക്കെല്ലാം മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയും ഇവിടെ വർക്ക് ചെയ്തതുകൊണ്ടാണ്. എങ്ങനെ വർക്ക് ചെയ്തതുകൊണ്ട്? നവോത്ഥാനത്തിന്റെ ബേസിക്കുകൾ തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്തതുകൊണ്ടാണ്. അന്ന് യാത്ര ആരംഭിച്ചെടുത്തുനിന്ന് എങ്ങോട്ടാ പോയത്? ആ പ്രസംഗങ്ങളിലൊക്കെ പറയണേ ബേസിക്കായ ചില വിഷയങ്ങളുണ്ട്. അതിലെ 1-2 കാര്യങ്ങൾ നമ്മൾ ഈ വിഷയം പഠിക്കണല്ലോ, ആ നിലയ്ക്ക് ഞാൻ പറയാം. ഒന്ന് ഇവര് പറയുന്നത് മന്ത്രവും മാരണവും മാട്ടും ഒക്കെ ഇതിലൊക്കെ ഇവരുടെ നിലപാട് എന്ന് പറയുന്നത് തീർത്തു ഓറിയന്റലിസ്റ്റുകളുടെ നിലപാടായിരുന്നു. ഇപ്പൊ അവര് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിഹ്ർ യാഥാർത്ഥ്യമാണ് എന്ന് ഇവർ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്.
സിഹിർ യാഥാർത്ഥ്യമാണെന്ന് സമ്മതിച്ചതാണ് നവയാഥാസ്ഥികത്വം എന്ന പേരിൽ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണല്ലോ. എന്നാൽ ഒന്നാമത്തെ നവയാഥാസ്ഥികൻ കേരള ദുൽ മുജാഹിദിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി സാഹിബാണ്. ഒന്നും ആവശ്യമല്ല, വീട്ടിൽ ചെന്നിട്ട് അമാനി മൗലവിന്റെ പരിഭാഷ 4-ാം വാളി എടുക്കുക, സൂറത്തു ഫലത്തിന്റെ വ്യാഖ്യാനം മാത്രം മറിക്കുക. അല്ലെ, സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമോ ദോഷമോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല, കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുണ്ട്. KM മൗലവിന്റെ കാലത്തുണ്ട്, അമാനി മൗലവിന്റെ കാലത്തുണ്ട്, അലവി മൗലവിന്റെ കാലത്തുണ്ട്, PK മൂസ മൗലവിന്റെ കാലത്തുണ്ട്, തഫ്സീർ എഴുതുന്ന കാലത്തുണ്ട്, മുമ്പുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ആരാ മുഅ്തസില വിഭാഗക്കാർ? നദവത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KP മുഹമ്മദ് മൗലവിയുടെ വിശ്വാസം എന്ന പുസ്തകം എടുക്കുക. വ്യതിയാന കക്ഷികളെ കുറിച്ച്, ഡീവിയേറ്റഡ് ഗ്രൂപ്പ്സിനെ കുറിച്ച്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗങ്ങളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലിൽ വലിയ ഹെഡിങ് മുഅ്തസില വിഭാഗം. അപ്പോൾ സിഹിർ യാഥാർത്ഥ്യമല്ല, ഗുണമോ ദോഷമോ ഉള്ള ഒന്നും അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്ന വിശ്വാസം നവയാഥാസ്ഥികത്വമല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരുടെ വിശ്വാസമാണ്. അത് നമുക്കുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നു. അല്ലെ, 2002 പിരിഞ്ഞുപോയ സുഹൃത്തുക്കൾ അവര് സലഫി പ്രസ്ഥാനത്തിനെതിരിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ഓഗസ്റ്റ് 23-ന് ജിന്ന് പൂജയിലേക്കും ശിർക്ക് പൂജയിലേക്കും ഷിർക്കിലേക്കും പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ മാസത്തെ സെൻസിംഗിൽ ബഹുമാനനായ അബ്ദുസ്സലാം സുല്ലമി മൗലവി വിഭാഗം മുശ്രിക്കുകൾ തന്നെ എന്ന് ബഹുമാനനായ AP അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വണ്ടിയും വാഹനവും ഫോണും സൗകര്യവുമില്ലാത്ത കാലത്ത് ഈ മഹത്തായ തൗഹീദിനെ പ്രസംഗിച്ചു നടന്ന അദ്ദേഹത്തെ 1-ാം നമ്പർ മുശ്രിക്കാക്കി കടന്നു വന്ന അന്ന് മുതൽക്ക് നമ്മൾ പറയുന്നു, നിങ്ങൾ അമാനി മൗലവിന്റെ മഹത്വം പറയുന്നുണ്ട്, അമാനി മൗലവിന്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. മഹത്വം പറയുന്ന മനുഷ്യൻ അദ്ദേഹം സംവിധാനങ്ങളില്ലാത്ത കാലത്ത് പിടിക്കുന്ന പേന കൊണ്ട് എഴുതിയ തഫ്സീർ മലയാളത്തിൽ വായിക്കാൻ കിട്ടും. മറിക്കൂ നിങ്ങൾ, വായിക്കൂ നിങ്ങൾ. 4 വരി വായിച്ചിട്ട് മനസ്സാക്ഷിയോട് ചോദിക്കൂ നിങ്ങൾ, അവരെ മുഴുവൻ മുശ്രിക്കാക്കണോ? അല്ലേ? അപ്പോ എന്തുകൊണ്ടാ അവർക്ക് പിഴക്കാതിരുന്നത്? അലവി മൗലവിക്ക് പിഴക്കാതിരുന്നത് എന്തുകൊണ്ടാ? അലവി മൗലവി അല്ലാത്തവരൊക്കെ അവിടെ തിന്മകൾ, ഏറ്റവും വലിയതിന്റെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന കാലത്തും അവർക്ക് ഇതിൽ ഉള്ളതുപോലെ പറയാൻ പറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആയുധം ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിച്ചു. ഒരു ചങ്ങാതിനെ, പള്ളിക്കാടാണല്ലോ, പള്ളിന്റെ കാര്യം ശ്രദ്ധിക്കാരും ഉണ്ടാവില്ല. അപ്പൊ പള്ളിക്കാട്ടിലെ കുറച്ച് കാപ്പിയൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നു. പള്ളിക്കാട്ടിൽ കാപ്പിയൊക്കെ നട്ടുപിടിപ്പിച്ച് അവസാനം കമ്മിറ്റി ഇത് ശ്രദ്ധിക്കാതായപ്പോ കാട് കയറി. അപ്പൊ ഒരു കുഞ്ഞാപ്പൂനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞാപ്പൂ ഈ കാടൊക്കെ ഒന്ന് വെട്ടി ഒന്ന് റെഡിയാക്കണം. കുഞ്ഞാപ്പ് രാവിലെ മുതലാണ് വെട്ടാൻ തുടങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേന് പള്ളിന്റെതല്ലേ, പെട്ടെന്ന് തീർക്കാന്നുള്ള നിലക്ക് തീർത്ത് കൂലി വരെ വാങ്ങിയില്ല. നോക്കുമ്പോ ഒരൊറ്റ കൊമ്പും ചെടിയില്ല. എന്താ പറ്റിയേ? മൊത്തം വെട്ടി. കുഞ്ഞാപ്പൂര് കാപ്പിയും കാപ്പി, കാടും കാട്, കാപ്പിയും കാട്, ഒക്കെ കാടാ. ഓനൻ റെഡിയാക്കി. ഇങ്ങനത്തെ അവധാനം സലഫി പ്രസ്ഥാനം ചെയ്തിട്ടില്ല. ഉള്ളതിനുള്ളതായിട്ട് അംഗീകരിച്ചു, ഉള്ളതായിട്ട് അംഗീകരിച്ചു. എന്നിട്ട് സിഹിർ ചെയ്യുന്നവരോട് പറഞ്ഞു, മനുഷ്യന്മാരെ, സിഹിർ ചെയ്യുന്നവരോട് പറഞ്ഞു, നിങ്ങളെ കുട്ടിപ്പാപ്പാനെ വീട്ടിൽ നിർത്തലല്ല പരിഹാരം. അള്ളാന്റെ റസൂലിന് സൂറത്തു ഫലഖും സൂറത്തു നാസും ഒക്കെ ഇറങ്ങിയതിന്റെ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താ? അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലേ? അതാ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്. അതേ, പിശാച് നിങ്ങളെ ഭൗതികമായി ഉപദ്രവിക്കും. KM മൗലവിയെ പോലത്തെ ആളുകൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അതിന് മന്ത്രമുണ്ട്. ഇസ്ലാമിക ജീവിതം 450-ാമത്തെ പേജ് വിശദമായി ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ മന്ത്രണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഒന്നുകൂടെ പറഞ്ഞു, മന്ത്രവാദമുണ്ടോ? മന്ത്രവാദമല്ല. അതായത് കുഞ്ഞിമൂനെ കാണിച്ചെടുത്തിട്ട് കുട്ടിമൂനെ കെട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കുഞ്ഞിമു വൈകല്യൊന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. പുതിയാപ്പിള വരുമ്പോളെ കാണിച്ചു കൊടുക്കും. കല്യാണത്തിന്റെ അന്ന് കുഞ്ഞുമൂൻ ഇറക്കും. അല്ലെ എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാം ഈ പ്രാർത്ഥനക്കും മന്ത്രത്തിനൊക്കെ പറഞ്ഞ തെളിവുകളെ മുഴുവൻ എടുത്തു കാണിക്കും. എന്നിട്ടോ സർവ്വ ശിർക്കും സർവ്വ കുഫറും സർവ്വ വൃത്തികേടും ചെയ്യും. അതുണ്ടാകരുത് എന്നവർ സമൂഹത്തെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അല്ലെ? ഇങ്ങനെ ഏത് വിഷയം എടുത്താലും സുഹൃത്തുക്കളെ ക്ലിയർ ആണ്. ബഹുമാനനായ അമാനി മൗലവിന്റെ പരിഭാഷയിൽ തന്നെ ഈ വിഷയത്തിൽ മന്ത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പരിശോധിക്കുമ്പോ അതല്ലാത്ത ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോ ഈ വിഷയം നമുക്ക് ക്ലിയർ ആകും. എന്താ? ചില മണ്ടന്മാരായ ആളുകൾ കണ്ണീറിനെ നിഷേധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ശരിയാ, പ്രയോഗത്തിന് ഭയങ്കര ആഴുണ്ട്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ വാചകം അടുത്ത് ഉദ്ധരിച്ച്, കാരണം റസൂലുള്ള ഈ വിഷയത്തിൽ ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? അഊദു ബികലിമാത്തില്ലാഹി തആമ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ
വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഹദീസിന്റെ സനദിന് പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല. ഹദീസ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോ ഇല്ലാത്തൊരു പ്രശ്നത്തിന് നബി ദിക്ർ പഠിപ്പിക്കോ? ഇല്ലാത്തൊരു പ്രശ്നത്തിന് ദിക്ർ പഠിപ്പിക്കൂല. അതുകൊണ്ട് അവര് പറഞ്ഞു ഉള്ളതാണത്. പക്ഷെ അതിനുള്ള പരിഹാരം നോക്കണതും കാണുന്നതും മുഴുവൻ കണ്ണാറാന്ന് പറയരുത്. കെ മൗലവി എഴുതി, അമാനി മൗലവി എഴുതി, ഞാൻ എന്റെ കോട്ടിങ്സ് വായിക്കണില്ല അല്ലേ. ആ നിലക്ക് ഓരോ വിഷയത്തിലും അവർ കൃത്യമായ ക്ലാരിറ്റി തന്നിട്ടുണ്ട്. എന്നാലോ ഉള്ളതുണ്ട്. അതിന്റെ പരിഹാരം എന്താ? പഴയ ജീൻസിന്റെ പാന്റിലും അതേപോലെ ടീഷർട്ടിന്റെ ഉള്ളിലും വൈക്കോല് കുത്തി നിറച്ചിട്ട് നല്ലൊരു കോലും കുത്തിയിട്ട് കരിങ്കണ്ണ നോക്കി എഴുതിക്കലല്ല, മറിച്ച് നിന്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് നീ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നവോത്ഥാനത്തിന് ഇണങ്ങുന്നില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ സിഹിറിന്റെ ഹദീസും ഈ കണ്ണേറിന്റെ ഹദീസും ഇത്തരം കാര്യങ്ങളൊക്കെ കിതാബിൽ ഉണ്ടായിട്ടും ഇസ്ലാം 1400 കൊല്ലം കോട്ടവും വന്നിട്ടില്ലല്ലോ. ഇസ്ലാമിനൊരു പ്രശ്നവും വന്നിട്ടില്ലല്ലോ. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഒരു തകരാറും വന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് നവോത്ഥാനത്തെ നമ്മളല്ലാത്തവരൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്, അവരുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 CD ഷോപ്പുകളിലും പോയി ഞാൻ വാങ്ങിയ CD-യുടെ ചുരുക്കം എന്താ അറിയോ? അങ്ങനെ പണ്ടൊന്നും ഇവർക്ക് ജിന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ജിന്ന് അംഗീകരിച്ചപ്പോൾ ഇവരുടെ പ്രാർത്ഥനയുടെ നിർവചനം ഇവർക്ക് മാറ്റേണ്ടി വന്നു. വളരെ സമർത്ഥമായ അവതരണമാണ്. ആരും കേട്ട ശരിക്കൊന്ന് കറങ്ങിപ്പോകും. എന്താ? മനുഷ്യ കഴിവിന് അതീതം എന്ന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ സൃഷ്ടിയുടെ കഴിവിന് അതീതം എന്ന് മാറ്റി പറയേണ്ടി വന്നു. കാരണം ജിന്നും മലക്കിനെയും കൂടി നീക്ക് കയറ്റണല്ലോ എന്നാണ്. എന്നാലേ ഈ കൂട്ടർക്ക് അറിയോ, കേരള നദവത്തുൽ മുജാഹിദീൻ രൂപീകരിക്കുന്നതിന് മുമ്പ് 945 പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് നമ്മുടെ അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകം. കേരളത്തിൽ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തിൽ അത്തൗഹീദിനെ കുറിച്ച് പറയുമ്പോ ആരെങ്കിലും വായിച്ചണോ എന്ന് എനിക്കറിയില്ല. അത്തൗഹീദിനെ കുറിച്ച് പറയുന്ന ഭാഗം നമുക്ക് കരഞ്ഞ് വായിക്കാൻ പറ്റുള്ളൂ. ഉമർ മൗലവി ഇങ്ങനെ ആവേശം കൊള്ളാണ്. തൗഹീദിന് വേണ്ടി ജീവിച്ച വലിയ മനുഷ്യൻ, അദ്ദേഹം അതിനുവേണ്ടി പിരിവെടുത്തതും അത് റീപ്രിന്റ് ചെയ്തതും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. 945 പ്രസിദ്ധീകരിക്കപ്പെട്ട അത്തൗഹീദിലുള്ളതെന്താ? അതിൽ ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്തുള്ളതെന്താ? നമ്മുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പുസ്തകം പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂരിന്റെ പുസ്തകം അതിലുള്ളത്. എന്നാൽ സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിനെ ആരും തന്നെ നിഷേധിക്കുന്നില്ല. സൃഷ്ടികളോട് അവരുടെ കഴിവുള്ള സംഗതികൾ, സൃഷ്ടി അള്ളാന്റെ ഏത് സൃഷ്ടിയാണെങ്കിലും അവരുടെ കഴിവിന്റെ ഉള്ളിലുള്ളത്, ആ കഴിവിന്റെ ഉള്ളിലുള്ളത് ചോദിക്കുന്നതിന് പ്രാർത്ഥന ആരും പറയില്ല. അത് സാധാരണഗതിയിലുള്ള ചോദ്യമാണ് എന്നാണ്. തീർന്നില്ല. ദുആ എന്ന പദം വേറൊരു സ്ഥലത്ത്, ദുആ എന്ന പദം പ്രസ്തുത സംബോധനത്തിന് ബ്രാക്കറ്റിൽ, പ്രസ്തുത എന്ന് പറഞ്ഞാൽ ഏത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള സംഗതികൾക്ക് വേണ്ടിയുള്ള സംബോധനത്തിന് ഭാഷയിൽ നിശ്ചയിച്ചിട്ടില്ല. ബാക്കി കേട്ടോളി. നിശ്ചയിച്ചിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മതപരമായി നോക്കിയാൽ ദുആ എന്ന പദം പ്രസ്തുത സംബോധനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണെന്നതിൽ സംശയമില്ലെന്ന് പറയാവുന്നതാണ്. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തെ സംബന്ധിച്ച് ഉള്ള മേഖലയിലെ ദുആ എന്ന വാക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്നിട്ടാണ് ഇപ്പോൾ വലിയ ക്യാമ്പയിനുമായി ഇറങ്ങിയ ആളുകൾ, ഇതാ നിങ്ങളെ നിർവചനം പൊളിഞ്ഞില്ലേ, ജിന്ന് വന്നപ്പോൾ നിങ്ങളെ നിർവചനം പൊളിഞ്ഞില്ലേ. എന്നാടോ ജിന്ന് വന്നത്? കേരളത്തിൽ ഒരു മതസംഘടന ഏകദേശം നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് 2002 പിരിഞ്ഞു പോയവരും മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ ആയുധം കൊണ്ട് അടിച്ചൊടുക്കാം, ശ്മശാനത്തിലേക്ക് പറഞ്ഞേക്കാൻ വിചാരിക്കുന്ന ഒരു എഴുതി വെച്ചോളി. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അള്ളാഹുവിന്റെ അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളെ കുറിച്ചും മലക്കുകളെ കുറിച്ചും മുസ്ലിം സമുദായത്തിനും അല്ലാത്തവർക്കും ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. ബഹുമാനനായ പിന്നെ നദവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുഖ്യ ശത്രു എന്ന പേരിൽ ശൈത്താന്റെ സ്വാധീനങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായി ഈ വിഷയത്തിൽ പുസ്തകം എഴുതി, അല്ലെ? ഒരു പുസ്തകം തന്നെ എഴുതി. ബഹുമാനനായ അമാനി മൗലവിയുടെ ഗ്രന്ഥത്തിൽ ഈ വിഷയം വന്നിടത്തൊക്കെ അതിന്റെ ഏറ്റവും പ്രാമാണികമായി ഒരു വരിയിൽ പോലും പിഴവ് പറ്റാതെ ഈ വിഷയം ഭംഗിയായി സമർത്ഥിച്ചു എന്ന് 2002 നദവത്തുൽ മുജാഹിദീനിൽ നിന്ന് ആദർശപരവും സംഘടനാപരവുമായ കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ പിരിഞ്ഞുപോയപ്പോഴല്ല,
ഞാൻ പറയണത് റോട്ടില് ഞങ്ങൾ എല്ലാ ശാഖയ്ക്കും, എല്ലാ ബ്ലോക്കും, എല്ലാ പഞ്ചായത്തും എത്തും വഹാബി, നിങ്ങളെ തകർത്ത് തരിപ്പിടാക്കും വഹാബി എന്നൊക്കെയാണ് അല്ലെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങളെ പ്രാർത്ഥനയുടെ നിർവചനം പൊളിഞ്ഞില്ലേ എന്നാണ്. മനുഷ്യ കഴിവിന് അതീതം നമ്മൾ പ്രയോഗിച്ചിട്ടില്ലേ? ഉണ്ട്. കേരളത്തിലെ ചർച്ച, 100 കൊല്ലത്തെ ചർച്ച മൊഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാമോ അല്ലേ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മൊഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാമോ അല്ലേ എന്ന് വരുമ്പോ മനുഷ്യനാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യം അത് ചോദിച്ചാൽ അദ്ദേഹം തരൂല എന്ന ചർച്ച വന്നിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അമാനുഷികം. അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പറ്റാത്തത്. അതുകൊണ്ട് മലക്കിന് പറ്റുന്നത് കിട്ടുമോ? അല്ലെങ്കിൽ ജിന്നിന് പറ്റുന്നത് കിട്ടോ? ഭാഷയുടെ പരിമിതിയാണത്. സലഫി പ്രസ്ഥാനത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ഒരത്തൗഹീദിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തന്നെ തീരുമാനങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഇത്തരം പദപ്രയോഗങ്ങൾ, അവരുടെ എഴുത്തുകുത്തുകളിലും കാര്യങ്ങളിലൊക്കെ KM മൗലവി ഉള്ള കാലത്ത് തന്നെ ഇത്തരം പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് സലഫി പ്രസ്ഥാനത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. കഴിഞ്ഞ 10 കൊല്ലം ആലോചിക്കുമ്പോ കേരളത്തിലെ മുഴുവൻ സംഘടനാ ഓഫീസുകൾ ഇരുന്ന് ഇവിടുത്തെ മുഴുവൻ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇരിക്കുന്നവർ വിയർക്കുകയായിരുന്നു അല്ലേ. എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി അതിനൊരു പുരോഗമന പ്രസ്ഥാനമാക്കി, മരം നട്ടു പിടിപ്പിക്കുന്ന പ്രസ്ഥാനമാക്കി, അത് ശാസ്ത്രകാരന്മാരെയും സാഹിത്യകാരന്മാരുമായുള്ള അടഞ്ഞ റൂമിലെ ചർച്ചകൾ മാത്രമാക്കി, തെരുവുകളിലുള്ള തൗഹീദി പ്രഭാഷണങ്ങൾ അവസാനിപ്പിച്ച് അതിനെ ഇഖ്വാനിസത്തിന്റെ കുറ്റിയിൽ കെട്ടാമെന്ന് വിചാരിച്ചവരെ അവരിതിൽ നിന്ന് ഇറങ്ങിപ്പോയ അന്ന് മുതൽക്ക് തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, നന്മയിലേക്ക്, തിന്മയ്ക്കെതിരെ നാഥനറിയുകൾ നാളെയുടെ രക്ഷയ്ക്ക് പ്രവാചകനെ എറിയുക. ഇസ്ലാം വെളിച്ചമാണ്. അധാർമികതക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം, നവോത്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിചാരം, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ, ലൈറ്റ് എക്സിബിഷനുകൾ, ചരിത്രപരമായ സാൽവേഷൻ എക്സിബിഷനുകൾ. ഇതിന്റെ ഇടയിൽ കേരളത്തിൽ ദീനത്താത്ത പ്രദേശങ്ങളില്ലാത്ത വിധം കാര്യങ്ങൾ വന്നു. ഈ 10 കൊല്ലത്തെ കുറിച്ചാണ് ഇപ്പൊ ഒരു കൂട്ടര് നവയാഥാസ്ഥികതയുടെ ഒരു പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി ഇറങ്ങിയിട്ടുള്ളത്. ചെല്ലുക നിങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ ചോദിക്കുക. കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും ആരായിരുന്നു ഇവിടെ മതപ്രബോധനത്തിന് വേണ്ടി, ശാന്തമായ മതപ്രബോധനത്തിന് വേണ്ടി ഇവിടെ നിങ്ങളെടുത്ത് പിന്നെ പെർമിഷൻ വാങ്ങിയത് എന്ന് ചോദിച്ചാൽ കണക്കെടുത്ത് ഉദ്ധരിച്ചു തരും. ആയിരക്കണക്കിന് തൗഹീദി പ്രഭാഷണങ്ങൾ, ശിർക്കിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഇത് നടത്തിയ സംഘടനയാണ് ശിർക്കിലേക്ക് പോയി എന്ന് യഥാർത്ഥത്തിൽ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം പരിവർത്തനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ശവപ്പറമ്പിൽ കുഴിച്ചുമൂടിയിരിക്കുന്നു. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചു, അറബിക്കടലിലേക്ക് ഞാനതിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അറബിക്കടലിലേക്ക് അദ്ദേഹം വലിച്ചെറിഞ്ഞത് എന്തായിരുന്നുവെന്ന് അദ്ദേഹത്തിന് പിന്നീട് കിട്ടി. എന്താ അറിയോ? ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്ഥാനത്തെ അദ്ദേഹം വലിച്ചെറിഞ്ഞു. ജനങ്ങൾ ഉണർന്നെണീറ്റു അല്ലെ. കേരളത്തിൽ എത്ര പുതിയ പള്ളി വന്നു? 100 കൊല്ലത്തിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിലാണ് ഏറ്റവും കൂടുതൽ പള്ളികൾ ഉണ്ടായത്, ഏറ്റവും കൂടുതൽ പള്ളികൾക്ക് സ്ഥലമെടുത്തത്, ഏറ്റവും കൂടുതൽ പരിവർത്തനങ്ങൾ ഉണ്ടായത്. നമ്മുടെ സുഹൃത്തുക്കൾ ചർച്ച ചെയ്തു, ഉദ്യോഗസ്ഥർക്ക് ലഘുലേഖ കൊടുക്കണം. മീറ്റിംഗ് ഒരാൾ അഭിപ്രായം പറഞ്ഞു, നമ്മളെ എല്ലാ പ്രവർത്തകരും ഒരു ദിവസം ലീവ് എടുക്കണം. സ്കൂൾ മാഷന്മാരോ സെക്രട്ടേറിയറ്റിലോ അവർക്ക് ആരാണെങ്കിലും വേണ്ടില്ല, ലീവ് എടുക്കണം. ലീവ് എടുത്തു, മൊത്തം കയറി ചെന്നു അല്ലെ. ഒരൊറ്റ ഓഫീസും വിട്ടില്ല. ഒരു വീട്ടിലെ 5 പേര് ഉദ്യോഗസ്ഥർ വൈകുന്നേരം തിരിച്ചു വരുമ്പോ 5 പേരുടെയും കയ്യിൽ ഒരു CD, 5 പേരുടെയും കയ്യിൽ ഒരേ ലഘുലേഖ. കേട്ടു, വായിച്ചു. സാൽവേഷൻ നഗരിയിൽ വന്നു. കഴിഞ്ഞു പോകുമ്പോൾ സമയം കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞു. എത്ര നേരം ചെലവഴിച്ചു? 5 മണിക്കൂർ. 5 മണിക്കൂർ തികഞ്ഞില്ല അവർക്ക്. ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന 1000 അനുഭവങ്ങൾക്ക്, അനുഭവങ്ങളുടെ മധ്യത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ചർച്ചക്ക് വെക്കുമ്പോൾ ഒന്നും ചെയ്യാതെ സലഫി പ്രസ്ഥാനത്തിലെ അപൂർവം ഒരു വ്യക്തിക്ക് സംഭവിച്ച അദ്ദേഹത്തിന്റെ ചില തെറ്റുകൾ, ഏതാ ആയിരക്കണക്കിന് സീഡികളുള്ള, നൂറുകണക്കിന് പ്രബോധകരുള്ള ഒരു സംഘടനയിലെ കേവലം ഒരു പ്രബോധകന്റെ 100 കണക്കിന് സീഡികളിലെ കേവലം ഒരു സീഡിയിലെ 10-15 മിനിറ്റിന് ഒരുപാട് ക്ലിപ്പുകളാക്കി കേരളത്തിന്റെ തെരുവുകളിലിട്ട് നടന്നിട്ട് ഒന്നും കിട്ടാതെ അവസാനം കേരള ജംഇയ്യത്തുൽ ഉലമ പിടികൂടിയ ചില ചാരപ്പണിക്കാരെ കൊണ്ട്, കേരള ജംഇയ്യത്തുൽ ഉലമ ചാരപ്പണിക്കാരനാണെന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയെ ഉപയോഗപ്പെടുത്തി ചിലത് ചെയ്യാൻ ശ്രമിച്ച് അല്ലെ, ചിലത് ചെയ്യാൻ ശ്രമിച്ച് ചിരിക്കുകയാണെന്ന് നവയാഥാസ്ഥികത്വത്തിന്റെ പ്രമേയവുമായി ഇറങ്ങിയിരിക്കുന്ന മടവൂരി സുഹൃത്തുക്കൾ. എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറും, സിഹ്റ് മനുഷ്യനെ ബാധിക്കും, ജിന്ന് മനുഷ്യ ശരീരത്തിൽ
കയറിയാൽ അതിന് റുഖിയ ശരഇയ്യയുണ്ട്. ഇസ്ലാം അനുവദിച്ച പ്രാർത്ഥനയും ദിക്റും മന്ത്രങ്ങളുമുണ്ട്. അതിന് അടിച്ചറക്കിയുള്ള ചികിത്സയില്ല. പോലത്തെ കാര്യങ്ങൾ, ജിന്ന് രോഗമുണ്ടാക്കും പോലത്തെ കാര്യങ്ങൾ, ഇതിന്റെ അമിതത്വങ്ങളിലേക്ക് പോകരുത് പോലത്തെ കാര്യങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. അത് കെ മൗലവി പ്രസിഡന്റായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ തീരുമാനമാണ്. അത് അമാനി മൗലവി പരിഭാഷ ചെയ്ത നദുവത്തുൽ മുജാഹിദീന്റെ തീരുമാനമാണ്. അത് വെച്ചിട്ട് വെള്ളം കാച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുടുക്കിക്കിടാൻ പോണത് പരിപ്പല്ല, അത് വേവൂല, അത് കരിങ്കല്ലാണ് എന്നത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നുള്ളത് എന്താ? ഇപ്പോൾ ഇവർ വിജനപ്രദേശത്ത് ചെന്നാൽ അള്ളാഹു അല്ലാത്തവരോട് തേടാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ജനപ്രദേശത്തെ കാര്യം മാത്രമേ ചർച്ചയുള്ളൂ. വഹാബികളെ, അത് ഞങ്ങൾ പഠിപ്പിച്ചേ രംഗത്ത് ചില ആൾക്കാർ പറയണേ അല്ലേ? വിജനപ്രദേശത്താണെങ്കിലും ജനപ്രദേശത്താണെങ്കിലും കരയിലാണെങ്കിലും കടലിലാണെങ്കിലും ആകാശത്താണെങ്കിലും ഭൂമിയിലാണെങ്കിലും അല്ലാഹ് എന്നല്ലാതെ വേറെ ആരെയും വിളിക്കണമെന്ന് ഇവിടെ ആരും പഠിപ്പിച്ചിട്ടില്ല. വേറെ ആരെയും വിളിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. വിളിക്കരുത് 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 എന്ന് തന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന ശിർക്കാണ് എന്ന് തന്നെ യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളൂ, ഒന്നടങ്കം പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലെ? പിന്നെ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. സാധാരണ പിന്നെ ഒരുത്തന് ഇങ്ങനെ ഒരലോണ്ട് ഇങ്ങനെ ഇടിക്കുക, ഒരലോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഒരലിൽ ഇങ്ങനെ ഒലക്ക വെച്ചിട്ട് ഇടിക്കുക. അപ്പോ ഇടിക്കണോ ചോദിച്ചു കൂടക്കണോനോട്, ഈ ഒച്ചല്ലേ, ഈ ഒച്ച ഈ ഇടിക്കുമ്പോഴാണോ ഒച്ച ഒരക്കമെന്നുള്ളതാണോ ഒരലുമെന്നുള്ളതാണോ? അപ്പോ ചോദ്യകർത്താവിന്റെ പെരടിക്കൊന്നാണ് കൊടുത്തിട്ട് ചോദിച്ചു, ഈ ഒച്ച കയ്യുമെന്നുണ്ടാകുന്നതാണോ അതോ കൗത്തുമെന്നുണ്ടാകുന്നതാണോ? സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ വിഷയം അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആവശ്യമില്ലാതെ. എന്താ സലഫി പ്രസ്ഥാനത്തിൽ ഈ ഹദീസ് ആരും ഖുർആൻ ക്ലാസ് എടുത്തിട്ടില്ല. മടവൂരികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ആരും ഖുർആൻ ക്ലാസ് എടുത്തിട്ടില്ല. ഇത് ചോദ്യമായി വന്നപ്പോൾ ഗത്യന്തരമില്ലാത്ത സമയത്ത് ചോദ്യം വന്നാൽ മറുപടി പറഞ്ഞോളണം. സംവാദത്തിലോ അല്ലെങ്കിൽ മുഖാമുഖത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചോദ്യം വന്നാ പിന്നെന്താ? ചോദ്യം വന്ന മണ്ഡല തന്നെ, ചോദ്യം വന്ന മണ്ഡലല്ല. അതാണ് നമ്മുടെ യോഗ്യത. കേഡർ സിസ്റ്റാണെന്നുള്ളതല്ല നമ്മുടെ യോഗ്യത. നമുക്ക് ദീർഘമായി സംസാരിക്കാവുന്ന പ്രഭാഷകരുണ്ട് എന്നുള്ളതല്ല നമ്മുടെ യോഗ്യത. നമുക്ക് നവോത്ഥാനത്തിന്റെ അഡ്രസ് ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ യോഗ്യത. നമ്മുടെ യോഗ്യത പ്രമാണമുണ്ട്. ആരും വന്നോളൂ, ആര് വന്നാലും അവരെ അങ്ങാടിയിൽ തോൽപ്പിക്കാൻ തെളിവുണ്ട്. അതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ യോഗ്യത. അതുകൊണ്ട് നമ്മളെ പണ്ഡിതന്മാര് മറുപടി പറഞ്ഞു. ആരും സ്വന്തമായിട്ട് ഗവേഷണം നടത്തിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒരേ മറുപടി. എന്താ ആ മറുപടി? 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ചർച്ച വന്ന അന്ന് മുതൽക്കുള്ള മറുപടി. അതെന്തുകൊണ്ടാ? അതാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിനെയും സുന്നത്തിനെയും ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയുണ്ട്, സലഫി മൻഹജ്. ആ സലഫി മൻഹജ് അനുസരിച്ച് ഓരോരുത്തരും പറഞ്ഞപ്പോ ഒക്കെ റെഡിയായി. ആരും പരസ്പരം ചർച്ച നടത്തിയിട്ട് പറഞ്ഞല്ല ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് എന്താ കാട്ടണ്ടേ? അങ്ങനെയല്ല. എന്താ? ഹദീസ് ദഈഫാണ്, ഹദീസ് ദുർബലമാണ്. ഇനി അത് സ്വഹീഹാണെങ്കിൽ തന്നെ, അത് സ്വഹീഹാണെന്ന് പറഞ്ഞ് മസ്ഊദിക്കലുണ്ട്. ഇബ്നു അബ്ബാസിലേക്ക് പോയിട്ടില്ലേ? അദ്ദേഹം വരെ സ്വഹീഹല്ലേ, നബിയിലേക്ക് എത്തിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ച് മുസ്ലിയാക്കന്മാര് മസ്ഊദിക്കാണ്. അപ്പോ അവിടെ നിങ്ങൾ പറയുന്ന രീതിയിൽ ദുആയില്ല, ദുആയില്ല, അവിടെ ദുആയില്ല. അവിടെ ഉള്ള ആളുകളോടെ ചോദിച്ചിട്ടുള്ളൂ. ഈ മറുപടിയാണ് കൊടുത്തത്. ആ മറുപടിക്ക് ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇമാം അഹ്മദ് ചെയ്തിട്ടില്ലേ, ഇമാം പിന്നെ ഇന്നയാള് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ മുസ്ലിയാരെ കുഴപ്പം? ഒരു കുഴപ്പം ഇവിടെ വരാല്ല. നിങ്ങൾ പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്, ഇസ്തിഗാസയെ കുറിച്ചാണ്. ഇത് പ്രാർത്ഥനയല്ല, ഇത് ഇസ്തിഗാസയല്ല, ഇതിൽ പ്രാർത്ഥനയ്ക്ക് തെളിവില്ല എന്ന മറുപടിയെ കൊടുത്ത് എന്ന് അത് നമ്മൾ പുതിയതായിട്ട് കൊടുത്തതല്ല. മടവൂരികൾ ഇവിടുന്ന് പിരിഞ്ഞു പോയപ്പോ കൊടുത്ത മറുപടി അല്ലത്. ബഹുമാനനായ കെ ഉമർ മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ സൽസബീലിൽ ഈ വിഷയകമായി അദ്ദേഹം കൊടുത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെ? ഏതാ? 971 അദ്ദേഹം കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പറയേണ്ട മറുപടി, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുടെ നിലക്കുള്ള മറുപടി ബഹുമാനായ നമ്മുടെ സെക്രട്ടറി അബ്ദുറഹിമാൻ മദനി പാലത്തിനെ കൊണ്ട് എഴുതിക്കുകയും ഇത്തരം ചോദ്യങ്ങൾക്ക് ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മറുപടി
പറയാൻ കഴിയും മുസ്ലിയാക്കന്മാരെ എന്ന് അടിക്കുറിപ്പ് എഴുതുകയും ചെയ്തു മൗലവി. എന്താ ചോദ്യം? സുന്നി മുസ്ലിയാർ പറയുന്നു, ഇബ്നു സുന്നിയും തൊബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും സഹായം ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു മുസ്ലിയാർ പറയുന്നുണ്ട്. അതിന്റെ ഖണ്ഡനം എന്താ? ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. 1200 കൊല്ലത്തെ മറുപടി. അടുത്തത് കേട്ടോ. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ഇബ്നു അലി എന്ന ആൾ ഉത്ബയെ കണ്ടിട്ടില്ല. ഹദീസ് ദഈഫാന്ന് പറഞ്ഞ പോകല്ല, കാരണവും പറഞ്ഞു. ഇനിയോ, അതിനാൽ സനദ് ഇടമുറിഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. ഇത് മുൻകത്തിയാണ്, അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പറ്റൂല. ഈ കള്ള ഹദീസും പിടിച്ച് ഇത് തെളിവാന്നും പറഞ്ഞ് മുഹീദ്ദീൻ ശൈഖിനെ ആരാധിക്കാനുള്ള രേഖയെന്ന് പറഞ്ഞിട്ട് വരണ്ട. അവിടെ വന്നോ? അതൊന്നും ഖുർആനിലെ ഗണ്യതമായ ആയത്തുകൾക്ക് എതിരായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് ആരാ പറഞ്ഞത്? ഉമർ മൗലവി ഒരു അഭിപ്രായം കൊടുത്തതല്ല, അല്ലെങ്കിൽ ബഹുമാനനായ അബ്ദുറഹ്മാൻ മദനി പാലത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എഴുതിയതല്ല, മറിച്ച് മജ്മുഉസ് സവാഇദിൽ അങ്ങനെ ഉണ്ട്. ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്താ വാദവിഷയം? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ സഹായം തേടാൻ ഇത് ഈ ഹദീസ് തെളിവാണെന്നുള്ളതാണ് വാദവിഷയം. അതിനിത് തെളിവല്ല. ഇനിയോ, എന്താ വാദം എന്ന് പറയാണ്? ഉമർ മൗലവി പറയുമ്പോ അങ്ങനെ ഒക്കെ വ്യക്തമാകും, അല്ലെങ്കിൽ ഉമർ മൗലവിയുടെ സൽസബീലിൽ പറയുമ്പോ അങ്ങനെയാണ്, തുറന്നെഴുതും. വാദം മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണ് എന്നതാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിൽ ഉള്ളത്. ഒരു വിജന പ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. എവിടെയാണ് ഈ വിളി എന്നുള്ളത് നിർണയപ്പെടുത്തി. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. ജനങ്ങളുള്ളടുത്ത വിളിക്ക് ഇതിനെങ്ങനെയാണ് മുസ്ലിയാരെ തെളിവുണ്ടാകുക എന്നാണ് ചോദ്യം. ഇനിയോ, പിന്നെ എന്ത് വെളിച്ചമാണ്? അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്? സഹായിക്കാൻ ആരെയും കാണാതെ, ശരിക്കും കേട്ടോ, സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാൻ, പക്ഷേ തേടാൻ പറ്റുമോ? തേടാൻ പറ്റുകയില്ല. അങ്ങനെ തേടിയാൽ അതിന്റെ വിധി എന്താ? ആ നിലയ്ക്ക് ഇസ്ലാം നിഷിദ്ധമാക്കിയ രീതിയിലുള്ള ഒരു കാര്യമാണത്. അത് ചെയ്യരുത്. ഇതാണ് സലഫി പ്രസ്ഥാനം പറഞ്ഞു വന്നത്. ഈ നിലയ്ക്ക് ഇത് അവിടെ ഈ രണ്ട് വിഭാഗത്തെയും ഉദ്ദേശിക്കാമെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. എങ്കിൽ അബ്ദുസ്സലാം സുല്ലമി പറയേണ്ടത് 10 കൊല്ലം ഈ അജണ്ടയുമായി നടന്നവർ പറയേണ്ടത് ഉമർ മൗലവി മുശ്രിക്കാണോ? ഉമർ മൗലവി മുശ്രിക്കാണോ? മടവൂരികൾ പറഞ്ഞു നടക്കുന്നു, ഞങ്ങൾ ഉമർ മൗലവിയുടെ തൗഹീദിലാണ്, അതുകൊണ്ടാണ് എടുക്കണേ. ഉമർ മൗലവി പറയുന്ന ഇസ്ലാമ തെളിവായിട്ടല്ല, ഉമർ മൗലവി തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുകൊണ്ട് അത് എടുക്കണേ. ഇത് മലയാളത്തിലുള്ളതുകൊണ്ട് എടുക്കണത്. അറബിയിൽ ലോകത്ത് കഴിഞ്ഞു പോയ മുൻഗാമികൾ ഈ വിഷയം ചർച്ച ചെയ്തവർ മുഴുവൻ പറഞ്ഞത് ഈ അഭിപ്രായമാണ്, അല്ലെ? അതുകൊണ്ട് സലഫി പ്രസ്ഥാനം ശിർക്കിൽ അകപ്പെട്ടു എന്ന് പൂതി കൊണ്ട് തൗഹീദ് അചഞ്ചലമാണ് എന്ന പ്രമേയവും കൊണ്ട് നിങ്ങൾ വന്നാൽ, നിങ്ങൾ വന്നോടത്ത് ഞങ്ങൾ വേരോടുന്നല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. ഞാൻ അത് പറയണം എന്താ അറിയോ? ആ സീഡിയൊക്കെ കൂടെ കേട്ടപ്പോണ്ടല്ലോ സുഹൃത്തുക്കളെ, മനസ്സിലുണ്ടായൊരു വികാരമുണ്ട്. ആ വികാരങ്ങൾ എടുത്ത് പ്രകടിപ്പിക്കാന്ന് മാത്രം. എന്താ? ഇതാ മുജാഹിദുകൾ പൊളിഞ്ഞിരിക്കുന്നു, തകർന്നിരിക്കുന്നു, ഇത് ഓരോ റോട്ടിലും പോയി പറയണേ. സ്വാഭാവികമായിട്ടും ആ ചോദ്യം നമ്മുടെ അടുത്തേക്ക് വരികയാണ്, അല്ലേ? വരുമ്പോ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് പറയാം, ഭൗതികമെന്നോ അഭൗതികമെന്നോ, സൃഷ്ടിയുടെ കഴിവെന്നോ, കൊടുത്ത കഴിവെന്നോ കൊടുക്കാത്ത കഴിവെന്നോ, മലയെന്നോ മരമെന്നോ പുഴയെന്നോ കരയെന്നോ ആകാശമെന്നോ ഭൂമിയെന്നോ വ്യത്യാസമില്ലാതെ, ജനപ്രദേശമെന്നോ വിജനപ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ അല്ലാഹ് വിളി ഒരിക്കലും ഒരു മുജാഹിദ് നടത്തിയിട്ടില്ല, നടത്തുന്നുമില്ല, നടത്തുകയുമില്ല. കാരണം ഞാൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞങ്ങൾ ആരെയും പങ്കു ചേർക്കുകയില്ല. ഇതാണ് നമുക്ക് എന്നും പറയാനുള്ളത്. മദ്രസ കുട്ടി മുതൽക്ക് മഹാപണ്ഡിതൻ പറയേണ്ടവർക്ക് പറയാനുള്ളത്. അവസാനിപ്പിക്കുകയാണ് ഞാൻ. അപ്പോൾ സലഫി പ്രസ്ഥാനത്തിൽ ഒരു ചാരൻ കയറി ഉണ്ടാക്കിയ ചില ചെറിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധി കണ്ടിട്ട് ജമാഅത്ത് പത്രം
ഞങ്ങളുടെ ചില സർക്കുലറുകൾക്ക് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. സമ്മേളന സൗകര്യത്തിന് വേണ്ടി അല്ലെ, സമ്മേളന സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇറക്കിയ ചില സർക്കുലറുകൾ അതിലൂടെ ഞങ്ങളുടെ ഘടകങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് പ്രചണ്ഡമായ പ്രചാരണം നടത്തുന്നവരോട് പറയാണ്, ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുട്ടികളെയും നിങ്ങളുടെ പത്രം കൊണ്ട് മൂലക്കിരുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഒരിക്കലും വിചാരിക്കരുത്. കേരളത്തിൽ സാൽവേഷൻ അടക്കമുള്ള ആയിരക്കണക്കിന് തൗഹീദി പ്രഭാഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരുടെ പക്വതയും ഞങ്ങളുടെ യുവത്വത്തിന്റെ ആ കരുത്തും ഞങ്ങളുടെ കുട്ടികളുടെ സജീവതയും ഉപയോഗപ്പെടുത്തി നടത്തിയത് അത് പിടിച്ചുകെട്ടാൻ കഴിയുമെന്നത്, മതരാഷ്ട്രവാദം ഷിയഹൈസമാണ് എന്നത്, മതരാഷ്ട്രവാദത്തിന്റെ അന്ത്യം അത് കുഫ്റാണ് എന്നത് ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അത് നിർത്തിക്കാൻ കഴിയുമെന്നത് നിങ്ങളുടെ തെറ്റായ പ്രതീക്ഷ മാത്രമാണ്. ഈ കേരളത്തിൽ 10 കൊല്ലമായി മുജാഹിദുകൾക്കെതിരിൽ ശിർക്ക് ആരോപിച്ച് നടക്കുന്ന ചിലർ അവര് ഞങ്ങളെ സമ്മേളനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള വലിയ ആവേശം കാണിക്കുന്നുണ്ട്. ഞങ്ങളെ സമ്മേളനം ഞങ്ങൾക്ക് നടത്താൻ അറിയാം, ഞങ്ങളെ സമ്മേളനം ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ അറിയാം. ഇത് ചാനൽ ഓർഗനൈസേഷനാണ്. 2 മിനിറ്റ് കിട്ടിയാൽ കേരളം പ്ലാൻ ചെയ്യും ഞങ്ങൾ. അത്ര കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഓക്കെ, നിങ്ങൾക്ക് വരാം. 18 തീരുമാനങ്ങളും അംഗീകരിച്ചിട്ട് പോസ്റ്റർ എടുത്തോ. ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാം എന്ന മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളെ പോസ്റ്റർ തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങളെ പിരിവിന്റെ റെസിപ്റ്റ് എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നത് ചാരപ്പണിക്കാരെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ കയറി നിന്നത് നദുവത്തുൽ മുജാഹിദ് എന്ന പറഞ്ഞ പ്രസ്ഥാനം വളർന്നു പടർന്നു പന്തലിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനല്ല. അതൊക്കെ വളരൽ നമ്മുടെ ആവശ്യമാണ്, വളരലും വികസിക്കലും നമ്മുടെ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താ നിങ്ങള് നമ്മളെ 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് നമ്മളെ വീട്ടിൽ വെക്കുമ്പോഴേ പിന്നെ ഓഫീസ് റൂമിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് മുറ്റത്ത് മാവിന്റെ ചോട്ടിൽ നിന്ന് താടിക്ക് കൈയെടുത്തിട്ട് പറയും, എന്താ ചെറിയ 2 കുട്ടികളാ ഓന്, കുട്ടികളെ നാട്ടുകാർ നോക്കിക്കോളും. എസിയും ഫാനും ഇല്ലാത്ത ഖബറിൽ സഹോദര, എസിയും ഫാനും ഇല്ലാത്ത ഖബറിൽ നമ്മൾ ഓർക്കുക, അവിടെ ഒറ്റക്കായിരിക്കും, അവിടെ മുദ്രാവാക്യം വിളിച്ച് ആരും ഉണ്ടാവില്ല, അവിടെ ഉസ്താദിനെ തക്ബീർ ചൊല്ലി കൊടുത്ത് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓതി പഠിച്ച ആയത്തുണ്ട് അല്ലെ, ചില ആയത്തുകൾ ഒരുപാട് വട്ടം ഓതുമ്പോ അത് മനസ്സിൽ പിന്നെ അതിന് സ്വാധീനമല്ലാതാകാണ്. മാറണമെങ്കിൽ ഒരുപാട് ആയത്തിന്റെ ഒന്നും ആവശ്യമല്ല, ഒറ്റ ആയത്ത് മതി. ഗവൺമെന്റ് 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദേശീയപാതയിൽ വെച്ച് ഒരാൾ വന്നിട്ട് അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കണം. ഒന്നുമില്ല, ഇന്ത്യയിൽ ഒരു പൗരന്റെ അവകാശമാണ് അയാൾ ഉദ്ദേശിക്കുന്ന വിശ്വാസം സ്വീകരിക്കല്. ശരിക്കും പറയാം, നിങ്ങൾ എന്തിനാ ഇസ്ലാം സ്വീകരിക്കണം എന്ന് അറിയാതെ ചോദിച്ച അയാളോട് അയാൾ പറഞ്ഞു, ഖുതുബയിൽ 2 ആഴ്ചത്തെ ഖുതുബ ഞാൻ കേട്ടു, നിങ്ങൾ പറഞ്ഞല്ലോ ഹിജാറ, അവിടെ കത്തിക്കുന്നത് ഒന്ന് കല്ലാണ് 2 മനുഷ്യനാണ് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ കരിങ്കൽ കോറിൽ ജോലി ചെയ്യുന്ന ആളാ, കല്ല് കത്തുമെങ്കിൽ ആ നരകത്തിൽ എനിക്ക് പോകാൻ പറ്റൂല. അയാള് ഷഹാദത്ത് ഉൾക്കൊള്ളാനുള്ള കാരണം മാത്രം. എന്നാലോ നമ്മൾ ഒരുപാട് ഓതിയൊരായത്തുണ്ട് അല്ലെ, നമുക്കൊക്കെ കാണാതരണായത്ത്, യാ അയ്യുഹല്ലദീനാമനു, ഓ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിയുർ റസൂൽ, റസൂലിനെ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. എന്നിട്ടോ ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, മതത്തിൽ നിങ്ങൾക്കിടയിൽ വല്ല തർക്കം വന്നാൽ, ഖുനൂത്തിൽ വന്നാൽ, കൂട്ടുപ്രാർത്ഥനയിൽ വന്നാൽ, വഹീദീൻ ശൈഖ് എന്ന് വിളിക്കണിൽ വന്നാൽ എന്നല്ല, മതം എന്ന നിലക്കുള്ള ഏത് തർക്കം വന്നാലും ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കുക. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വഅഹ്സനു തഅവീല, അതാണ് ഏറ്റവും ശരിയായ പര്യാവസാനവും. അല്ലെ, അങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ വ്യക്തി ജീവിതത്തിലെ ഓരോ കാര്യത്തിലും തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് ഒരാവർത്തി കൂടെ ഉള്ളിലേക്ക് എടുത്തു വെച്ച് വായിക്കുക, പഠിക്കുക. സുഹൃത്തുക്കളെ, മരണം നമ്മളെ കാലിന്റെ ചോട്ടിലുണ്ട്. നമ്മുടെ വരാനുള്ള ബയോപ്സി റിസൾട്ട് വരുന്നതോടുകൂടെ നിങ്ങൾ ക്യാൻസർ രോഗിയാണെന്ന് ചിലപ്പോൾ തെളിയും, നിങ്ങൾ കിഡ്നി രോഗിയാണ് എന്ന് ചിലപ്പോൾ തെളിയും. അതുകൊണ്ട് ഈ ജീവിതം തന്നത് റബ്ബാണ്, സ്പന്ദിക്കുന്ന ഹൃദയവും ശരീരമൊക്കെ തന്നത് ആ റബ്ബിന് അർഹതപ്പെട്ട നിലക്ക് നന്ദി ചെയ്ത് ദഅവാരംഗത്ത് അടിയുറച്ചു നിന്ന് അല്ലെ, ദഅവത്താണ് നമ്മുടെ ജീവവായു. അതില്ലെങ്കിൽ നമുക്ക് പെരയിലിരിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ഉറപ്പ് തരാം, ദഅവത്ത് നിന്നുപോയാൽ, അങ്ങാടിയിലെ വയല് നിന്നുപോയാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയെ വരെ അത് ബാധിക്കും. അതുകൊണ്ട് ഓർക്കുക, അറബിക്കടലിലെ തിരമാലകൾ അടങ്ങിയിട്ട് ആ തോണി ഇറക്കാമെന്ന് വിചാരിക്കുന്ന തോണിക്കാരനെ ഇറക്കാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രബോധന രംഗം ഓരോ കാലത്ത് ഓരോ നിലക്കായിരിക്കും അല്ലെ. അതുകൊണ്ട് ശക്തമായി ദാവാ പ്രവർത്തനങ്ങളിലേക്ക്, സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ഈ സംവിധാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹു
അള്ളാഹുവിന്റെ സംവിധാനത്തെ കൂടുതൽ ശാക്തീകരിക്കാൻ വേണ്ട ശ്രമങ്ങളിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം.